തോമസ് തറയിൽ പിതാവിൻ്റെ മതബോധന അധ്യാപകരോടുള്ള ഒരു പ്രസംഗം കേൾക്കാനിടയായി. അതിൽ അദ്ദേഹം മതബോധന വിശ്വാസവുമായി ബന്ധപ്പെട്ട്, ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പിതാവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇന്ന് കുട്ടികൾക്ക് 12 വർഷം മതബോധനം പഠിപ്പിച്ചിട്ട് മറ്റൊരു വിശ്വാസത്തിലേക്കും മറ്റൊരു ജീവിത രീതിയിലേക്കും പോകാൻ വലിയ മടിയൊന്നുമില്ല. അത് വളരെ കാറ്റഗോറിക്കലായിട്ട് പിതാവ് സ്ഥാപിക്കുന്നുണ്ട്. ആ സ്ഥാപിക്കുന്ന കാര്യം ശരിയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും. പല കുട്ടികളെയും നമ്മൾ 12 വർഷം മതബോധനം പഠിപ്പിച്ചിട്ട് അവർക്ക് ഏക ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഒത്തിരി അവർ പതറുന്നുണ്ട്. ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിയിൽ നമ്മളായിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ ഗോസ്പലിൽ യേശു ഒരു കാര്യം പറയുന്നത്. ഫിലിപ്പോസ് കർത്താവിനോട് പറയും, കർത്താവെ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരുമോ? അപ്പോൾ യേശു പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഫിലിപ്പോസെ, ഇത്രയും കാലം നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും നീ അറിഞ്ഞില്ലേ? ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്നിട്ടും നീ അറിയാതെ പോയ ആ വലിയ സത്യത്തെക്കുറിച്ച് ക്രിസ്തുവിന് എപ്പോഴും വ്യക്തിപരമായൊരു സങ്കടം ജീവിതത്തിലുണ്ട്. അത് ഫിലിപ്പോസിനോട് മാത്രമല്ല, നമ്മളെല്ലാവരോടുമുള്ള സങ്കടത്തിൻ്റെ ബാക്കി അത് തന്നെയാണ്. ഒരായുസ് മുഴുവനും വിശ്വാസത്തിൻ്റെ പേരിൽ, ദൈവസ്നേഹത്തിൻ്റെ പേരിൽ നമ്മൾ കൂടെയുണ്ട് എന്ന് പറയുമ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ചില ബോധ്യങ്ങളുടെയും ചില ശരികളുടെയും ഭാഗത്ത് നമുക്ക് നിൽക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ വരുന്നൊരു തലമുറയ്ക്ക് അതിന് സാധിക്കാത്തതെന്താണ്? ഈ ചോദ്യത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഫിലിപ്പോസിനോട് ചോദിച്ച പോലെ ക്രിസ്തുവിൻ്റെ ചോദ്യം ഇപ്പോഴും നമ്മളെ നോക്കിയുണ്ട്. ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലേ?